നാളെ മെയ് 26 ഡൽഹിയിലെ 7 സീറ്റിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മോദിയെ താഴെയിറക്കാനുള്ള തന്ത്രപ്പാടിൽ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ ജന്മം കൊണ്ട ആം ആദ്മി പാർട്ടി ആദ്യമായി കോൺഗ്രസുമായി സഖ്യം ചേർന്ന് BJPക്കെതിരെ മത്സരിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി केजरीवाल തന്നെ പറയും. अगर मोदी जी दोबारा आ गए, आई कैन गिव इट टू यू इन राइटिंग. ममता जी भी जेल में होंगी, राहुल गांधी भी जेल में होंगे, प्रियंका गांधी भी जेल में होंगी, स्टालिन साहब भी जेल में होंगे, पिनराई विजयन भी जेल में होंगे, ठाकरे साहब भी जेल में होंगे, ശരത് പവാർ भी जेल में होंगे. അതായത് മോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഇവരെയൊക്കെ ജയിലിൽ പിടിച്ചിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ ജനം തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് കേജ്രിവാൾ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ജനം മോദിക്ക് വോട്ട് ചെയ്തത് ഇവരെയൊക്കെ ജയിലിൽ പിടിച്ചിടാൻ വേണ്ടിയാണ്. 10 വർഷമായിട്ടും ഇതുവരെ അത് ചെയ്തില്ല എന്നതിലാണ് ജനങ്ങൾക്ക് മോദിയോട് ദേഷ്യമുള്ളതെന്നാണ് വസ്തുത. ഇപ്പോൾ കേജ്രിവാളിനെങ്കിലും പിടിച്ച് ജയിലിലിട്ടതിൽ ജനം സന്തോഷിക്കുകയാണെന്ന് കേജ്രിവാൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചെറിയൊരു ഉദാഹരണം മാത്രം നോക്കാം. ഇലക്ഷൻ്റെ തലേ ദിവസം വളരെ പ്രാധാന്യമുള്ള എന്തോ ജനത്തെ അറിയിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻറ്റ് പ്രസ് കോൺഫറൻസ് എന്ന ടൈറ്റിലിട്ട് വെറും 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ കേജ്രിവാൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. 16 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ പോലും അത് കണ്ടത് വെറും 2500 പേർ മാത്രമാണ്. മോദിക്കെതിരെ ലോകവ്യാപകമായി ജനസാഗരമുണ്ടാക്കുന്ന ശക്തനെന്ന് മലയാളം മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന കേജ്രിവാളിനാണ് ഈ ദുരവസ്ഥ. അതും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. കേസും ജാമ്യത്തിൻ്റെയും പേരിലാണെങ്കിൽ പോലും ഈ വാരം മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ കേജ്രിവാളിൻ്റെ സ്വന്തം പേജിലെ വീഡിയോയുടെ സ്ഥിതിയാണിത്. ഇതിൻ്റെ അർത്ഥമെന്നത് ജനത്തിന് ഇയാളെ മടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ്. ജനത്തിനു മുമ്പിൽ ഇദ്ദേഹം തുറന്നു കാട്ടപ്പെട്ടു എന്ന് തന്നെയാണ്. പൊതുസമൂഹത്തിൽ കേജ്രിവാളിന് ഒരു സ്വീകാര്യതയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് എല്ലാവരും രഹസ്യമായോ പരസ്യമായോ വിശ്വസിക്കുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ എന്താവും കേജ്രിവാളിൻ്റെ ഭാവി? കാരണം നരേന്ദ്രമോദി ഏകാധിപതിയാണെന്നും മൂന്നാം ടൈമിൽ ഭരണഘടന ഹിന്ദുത്വ ഭരണഘടനയാക്കി മോദി തിരുത്തുമെന്നും ഇതേ കേജ്രിവാളും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും മമതാ ബാനർജിയും തുടങ്ങി കേജ്രിവാളിൻ്റെ ശിങ്കിടി ധ്രുവരാത്തിമാർ വരെ പറയുമ്പോൾ ജൂൺ 2 തിരികെ ജയിലിലേക്ക് പോകുന്ന കേജ്രിവാൾ എങ്ങനെ പുറത്തിറങ്ങാനാണ്? നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തെ ഉപമിക്കാൻ കഴിയുന്നത് സച്ചിൻ സേവാഗ് ക്രിക്കറ്റ് ഓപ്പണിംഗ് ജോഡിയെ പോലെയാണ്. ആദ്യത്തെ 10 ഓവറിൽ അവരുടെ സഖ്യം പവർ പ്ലേ കളിക്കും പോലെ മോദി അമിത്ഷാ സഖ്യം ആദ്യ 5 വർഷം ഭരിച്ചത് ആക്രമണകാരികളായി തന്നെയാണ്. പിന്നെയുള്ള 5 വർഷം കരുതലോടെയും ഇനിയുള്ള അവസാനത്തെ 5 വർഷത്തെ പവർ പ്ലേയിൽ കൂടുതൽ ആക്രമണകാരികളായി ബാറ്റ് വീശാൻ പോകുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷയുമാണ് ജനം കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 2 തിരികെ ജയിലിലേക്ക് പോകുന്ന കേജ്രിവാളിൻ്റെ സംഘത്തിനും ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പുതിയ കൂട്ടുകാരെ ജയിലിൽ ലഭിക്കും എന്ന് തന്നെയാണ് ജനം കരുതേണ്ടത്. ധ്രുവരാത്തിയുടെ മോദി ഡിക്റ്റേറ്ററാണെന്നും ഹിറ്റ്ലറാണെന്നും പുടിനാണെന്നുമൊക്കെയുള്ള വാദങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും അതിന് മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാനുൾപ്പെടെ മോദിയെ വിശ്വസിക്കുന്ന കുറഞ്ഞത് 60% ഭാരതീയരെങ്കിലും ആഗ്രഹിക്കുന്ന അത്ര പോലും നരേന്ദ്രമോദി ഇതുവരെയും ഏകാധിപതി ആയിട്ടില്ലല്ലോ എന്ന് ജനം വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇവർക്ക് മറുപടി കൊടുക്കുന്നത്? രാജ്യത്തെ 60% ജനങ്ങളെങ്കിലും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയിൽ നിന്ന് കുറച്ചുകൂടി ഏകാധിപത്യ ഭരണമാണ് എന്നുള്ളതാണ് ശരിക്കും വസ്തുത. സുപ്രീം കോടതിയിൽ ആദ്യം കേജ്രിവാളിന് ജാമ്യം കിട്ടാതെയാക്കിയതും പിന്നീട് ഡൽഹി ഇലക്ഷന് മുമ്പ് ജാമ്യത്തിൽ അയച്ചതിന് പിന്നിലും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തീരുമാനം തന്നെയാവണം. അതെങ്ങനെ, ഏത് രീതിയിൽ ഇടപെട്ടു, ആരെ സ്വാധീനിച്ചു എന്നതൊക്കെ പുറത്തു വരുമ്പോൾ മോദി ഒരു കുഞ്ഞു ഏകാധിപതിയാണെന്ന് മനസ്സിലാകുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് രാജ്യത്ത് കൂടുതലുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് ധ്രുവരാത്തിക്ക് ഒരു മറുപടിയുടെ ആവശ്യം? ധ്രുവരാത്തി പറയുന്നത് പോലെ മോദി സുപ്രീം കോടതിയിൽ ഇടപെടുന്നു, ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെടുന്നു, അന്വേഷണ ഏജൻസികളെ കയ്യിൽ വെച്ച് പാവകളെ പോലെ ഉപയോഗിക്കുന്നു എന്നതാണ്. പിന്നെ നിങ്ങളുടെ ഭാഷയിലെ ഫാസിസ്റ്റ് മോദി എങ്ങനെയായിരിക്കണമെന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത്. ഉറപ്പായും ഇത്തവണ ഇലക്ഷൻ തീയതികൾ BJPക്കും നരേന്ദ്രമോദിക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടത്. അത് മോദിയുടെ ഏകാധിപത്യ ഇടപെടൽ കൊണ്ടാണെങ്കിൽ അതിലും സന്തോഷിക്കുന്ന ജനതയാണ് രാജ്യത്ത് ഭൂരിഭാഗവും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഡൽഹി ജനങ്ങൾക്ക് മുമ്പിൽ പോലും തുറന്നു കാട്ടപ്പെട്ട കേജ്രിവാളിൻ്റെ ഭാവി ഇനി നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്നത് പോലെ മാത്രമേ നടക്കൂ. കേജ്രിവാൾ പറയുന്ന മറ്റൊരു കാര്യം, മോദി 1 വർഷം കൂടിയേ പ്രധാനമന്ത്രിയായി വരൂ, യോഗി വരാതിരിക്കാൻ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കി മോദി സ്ഥാനമൊഴിയുമെന്നാണ്. അതൊക്കെ BJPയുടെ ആഭ്യന്തര കാര്യമല്ലേ കേജ്രിവാൾ? നിങ്ങളതിൽ തലപുകയ്ക്കേണ്ട കാര്യമില്ല. എങ്കിലും പറയട്ടെ, കേജ്രിവാൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാവാൻ തന്നെയാണ് സാധ്യത. ഉറപ്പായും അടുത്ത ഇലക്ഷൻ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിലേക്കാവും പോകുന്നത്. അതിന് 1.5 വർഷമെങ്കിലും മുമ്പ് മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അമിത്ഷായ്ക്ക് സ്ഥാനം കൈമാറാൻ തന്നെയാണ് സാധ്യത. അതിനർത്ഥം യോഗി ആദിത്യനാഥിനെ ഒതുക്കുന്നു എന്നല്ല. അമിത്ഷാ പ്രധാനമന്ത്രിയാകുന്നത് എന്നാണെങ്കിലും അന്ന് സാക്ഷാൽ യോഗി ആദിത്യനാഥാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ യോഗിയെ മോദിയും സംഘവും BJPയും ഏൽപ്പിച്ചിട്ടുണ്ടാകണം. യോഗി പ്രധാനമന്ത്രിയാകുമോ എന്ന് ഇപ്പോഴും എനിക്കുറപ്പില്ല. കാരണം യോഗി എന്നൊരു സന്യാസി പ്രധാനമന്ത്രിയാകുന്ന തരത്തിലേക്ക് ഭാരതം രൂപപ്പെടേണ്ടതുണ്ട്. ആ കളമൊരുക്കാൻ അടുത്ത 5 വർഷം കൊണ്ട് മോദിക്കും അമിത്ഷായ്ക്കും കഴിയണം. അല്ലെങ്കിൽ വീണ്ടും 5 വർഷം കൂടി യോഗിയുടെ സ്ഥാനാരോഹണം നീളാനാണ് സാധ്യത. ആ സ്ഥാനാരോഹണം നീളുമ്പോൾ ഇന്ന് മോദി കാലത്തെ പോലെ ഭാരതീയരെ അത്രയും നീണ്ട കാലം കൂടെ നിർത്താൻ അമിത്ഷായ്ക്കും സംഘത്തിനും മോദി ഇല്ലാത്ത BJPയും കഴിയണം എന്നൊരു കടമ്പ കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം ആരോപിച്ച പോലെ ഫാസിസ്റ്റായ മോദി ആവില്ല അടുത്ത 3-4 വർഷമെങ്കിലും ലോകം കാണാൻ പോകുന്നത്. ഒരു ശരിക്കും ഫാസിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാവും മോദിയുടെ അവസാനത്തെ 5 വർഷ ഭരണം. രാജ്യത്തെ വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാത്തു നിൽക്കാൻ സമയമില്ലാത്ത മോദി ഇത്തവണ 60% ഭാരതീയരെങ്കിലും ആഗ്രഹിക്കുന്ന ശരിക്കും ഫാസിസ്റ്റ് ആകാൻ തന്നെ പോകുന്ന വർഷങ്ങളാണ് വരാൻ പോകുന്നത്. നിലവിളി ശബ്ദങ്ങൾ ഇനിയും ഉയരാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ അടിച്ചമർത്താൻ മോദി പഴയ പോലെ കാത്തു നിൽക്കില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. മാത്രമല്ല BJP തുടർന്നു പോരുന്ന ഒരു രീതി കൂടിയുണ്ട്. ആദ്യം വാജ്പേയിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചവർ പിന്നീട് അദ്വാനിയേക്കാൾ ഭേദം വാജ്പേയി ആയിരുന്നു എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് മോദി വന്നപ്പോൾ മോദിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു അദ്വാനി ജി എന്നായി ചർച്ചകൾ. അതുപോലെ തന്നെ 3-ാം ടൈമിലെ മോദിയെ കാണുമ്പോൾ ആദ്യ 2 ടൈമിലെ മോദി എത്രയോ ഭേദമായിരുന്നു എന്നാവും പ്രതിപക്ഷവും മാധ്യമങ്ങളും പറയാൻ പോകുന്നത്. മാത്രമല്ല അമിത്ഷാ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇതിലും എത്രയോ ഭേദമായിരുന്നു മോദിയെന്നും യോഗി ആഭ്യന്തരമന്ത്രിയായി വരുമ്പോൾ അയ്യോ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഇതിലും എത്രയോ ഭേദമായിരുന്നുവെന്നും ചർച്ച ചെയ്യാൻ പോകുന്ന കാലം തന്നെയാണ് ഭാരതീയരെ കാത്തു നിൽക്കുന്നത്. നരേന്ദ്രമോദി സലാം മോദി എന്ന പ്രോഗ്രാമിൽ രജത് ശർമ്മയുമായി നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞൊരു വാദമുണ്ട്. വളരെ സാധാരണക്കാരനായിരുന്ന ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു ചായക്കടക്കാരൻ്റെ മകൻ മാത്രമായിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു പിന്നിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഭാരതത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു തീർക്കാനാണ് എന്ന് തന്നെയാണ്. എൻ്റെ മനസ്സിൽ 24/7 വിഷൻ 2047 എന്ന ചിന്ത മാത്രമാണ്. ഭാരതത്തെ വിശ്വഗുരു ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഭാരതം വിശ്വഗുരു ആയിരിക്കേണ്ടത് ലോക സമാധാനത്തിനു കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഈ ജന്മത്തിൽ പൂർത്തിയാക്കാൻ എന്നാലാവും വിധം ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സച്ചിനെയും സേവാഗിനെയും പോലെ ആദ്യ 15 ഓവറിൽ ആക്രമണകാരികളായി ബാറ്റ് വീശുകയും 2-ാം ടൈമിൽ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്ത് 3-ാം ടൈമിൽ ഡബിൾ സെഞ്ചുറിയും തികച്ച് ജനങ്ങളെ നോക്കി സന്തോഷത്തോടെ കൈവീശുമ്പോൾ അത് കാണാൻ ഗ്യാലറിയിൽ പോലും ഇരിക്കാൻ കഴിയാതെ കെജ്രിവാളിന് ജയിലിൽ ഇരിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് വിഷമം.